ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവസ്തുതിയും സർവലോകരക്ഷിതാവായ അള്ളാഹുവിനാവുന്നു. വൽആഖിബത്തു ലിൽ മുത്തഖീൻ. മനുഷ്യജീവിതത്തിൻ്റെ ഏറ്റവും സന്തോഷകരമായ അന്ത്യം യഥാർത്ഥ സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്ക് മാത്രമേ ലഭിക്കൂ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ. അള്ളാഹുവിൻ്റെ നിത്യശാന്തിയും നിത്യകരുണയും സൃഷ്ടികളിൽ അത്യുത്തമനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഉണ്ടാവുമാറാവട്ടെ. വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൻ്റെ മേലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ മേലും അള്ളാഹുവിൻ്റെ നിത്യശാന്തി വർഷിക്കുമാറാവട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ഏറ്റവും ബഹുമാനരായ സഹോദരന്മാരെ, സഹോദരികളെ, നിങ്ങളുടെ മുമ്പിൽ അല്പസമയം നമസ്കാരത്തിൻ്റെ ആത്മാവ് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഏതാനും ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുകയല്ല, എൻ്റെ ഹൃദയത്തിൽ നിന്ന് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഞാൻ പകർത്തുകയാണ്. ഇതൊരു പ്രസംഗമെന്ന നിലക്ക് നിങ്ങൾ അതിനെ കാണരുത്. ഒരു ചരിത്ര സംഭവം ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും ദുഃഖകരമായൊരു സംഭവം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 10 താഴെ അംഗങ്ങളടങ്ങുന്ന ഒരു ദൗത്യ സംഘത്തെ ചില കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതിന് വേണ്ടി പറഞ്ഞയക്കുകയുണ്ടായി. ആ ആളുകൾ ശത്രുക്കളുടെ കയ്യിൽപ്പെടുകയും അവരെ ശത്രുക്കൾ കൊന്നുകളയുകയും ചെയ്തു. ആ കൊന്നുകളഞ്ഞ സഹാബത്തിൻ്റെ കൂട്ടത്തിൽ ഖുബൈബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ശത്രുക്കൾ കൊല്ലുന്നതിന് മുമ്പ്, അതായത് ഹാരിസ് ബിൻ ആമിറിൻ്റെ 2 മക്കൾ ഉഖ്ബയും അബൂ സിർവയുമാണ് ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ കുറച്ചു ദിവസം വീട്ടിൽ കെട്ടിയിട്ടിട്ട് പിന്നെ കൊണ്ടുപോയി കൊല്ലുന്നത്. അദ്ദേഹം കൊല്ലപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹം ശത്രുക്കളോട് ചോദിച്ചു, എനിക്കൊരു 2 റക്അത്ത് നമസ്കരിക്കാൻ സമയം തരുമോ? അങ്ങനെ നമസ്കരിക്കാൻ അവർ സമയം കൊടുത്തു. അങ്ങനെ നമസ്കാര ശേഷം അദ്ദേഹം അവരോട് പറഞ്ഞു, ലൗലാ അൻ തദുന്നു അന്ന മാ ബി ജസഅ ലതവൽതുഹാ. മരിക്കുന്നതിന് മുമ്പ്, കൊല്ലപ്പെടുന്നതിന് മുമ്പാണല്ലോ നമസ്കാരം. നിങ്ങളെങ്ങാനും എന്നെപ്പറ്റി ഖുബൈബ് ആകെ അസ്വസ്ഥനായിട്ട് നീട്ടി നിസ്കരിക്കുകയാണ് എന്ന് തെറ്റിദ്ധരിക്കില്ലായിരുന്നുവെങ്കിൽ ഞാൻ എൻ്റെ 2 റക്അത്ത് അല്പം ദീർഘിപ്പിച്ച് നമസ്കരിക്കുമായിരുന്നു. ലതവൽതുഹാ. അങ്ങനെ ആ നമസ്കാരമൊക്കെ കഴിഞ്ഞ്
മനസ്സൊക്കെ നന്നായി ഹൃദ്യമായി സന്തോഷമായി നിൽക്കും. മരിക്കുന്നതിന് മുമ്പാണ് അവസാനത്തെ ജീവിതത്തിലെ അവസാനത്തെ 2 റക്അത്ത് നമസ്കരിച്ചിട്ട് സന്തോഷത്തോടു കൂടി അദ്ദേഹം മനോഹരമായൊരു കവിത ചൊല്ലി. ചരിത്രത്തിൽ അതുല്യമായ മനോഹരമായ കവിത. വലസ്തു ഉബാലി ഹീന ഉഖ്തലു മുസ്ലിമൻ അലാ ഐ ജംബിൻ കാന ലില്ലാഹി മസ്റഈ. വദഅലീക ഫീ ദാത്തിൽ ഇലാഹി മൻ യശാ യുബാരിക് അലാ ഉസാലി ശൽവിൻ മുമസ്സഈ. മരിക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പാടാനുള്ള മാനസികാവസ്ഥ, പാട്ടുപാടുകയാണ് ഖുബൈബ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് അദ്ദേഹം പാടുക, അള്ളാഹുവിൻ്റെ തൃപ്തിക്കും പ്രീതിക്കും വേണ്ടിയാണ് എൻ്റെ മരണമെങ്കിൽ ഞാൻ എങ്ങനെ മരിക്കുന്നതാണെങ്കിലും ഞാനത് വിലവെക്കുന്നേയില്ല, എനിക്കതൊരു പ്രശ്നമേ അല്ല. വദാലിക, അത് എന്താ കാരണം എന്തറിയോ? അതിൻ്റെ കാരണം എന്തറിയോ? അള്ളാഹു ഞാൻ മരിച്ചിട്ട് ഒരു പക്ഷേ എൻ്റെ ശരീരം അവർ ഛേദിച്ച് കഷ്ണമായി വിഭജിച്ചേക്കാം. എൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളിൽ അള്ളാഹു ബർക്കത്ത് നൽകാൻ അള്ളാഹുവിൻ്റെ തീരുമാനമുണ്ടെങ്കിൽ എനിക്കെങ്ങനെ മരിച്ചാലെന്താണ് എന്ന് പാട്ടുപാടിക്കൊണ്ടാണ് ഖുബൈബ് റളിയല്ലാഹു അൻഹു മരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഇതിലൂടെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ ഉദ്ദേശിച്ച ഒരു ആശയം, നിങ്ങൾ എന്നെപ്പറ്റി തെറ്റിദ്ധരിക്കില്ലായിരുന്നുവെങ്കിൽ, അതാ ഖുബൈബ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഞാൻ ദീർഘിപ്പിച്ച് നമസ്കരിക്കുന്നത് ഒരുപക്ഷെ മരണത്തിൻ്റെ പേടി കൊണ്ടാണെന്ന് തെറ്റിദ്ധാരണ ഉണ്ടാകുമായിരുന്നില്ലെങ്കിൽ എനിക്ക് കിട്ടിയ 2 റക്അത്ത് നമസ്കാരം ഞാൻ ദീർഘമായി അത് നിർവഹിക്കുമായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്ലാമിക സമൂഹത്തിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, എന്നെയും നിങ്ങളെയും സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും ആനന്ദകരമായ കാര്യമെന്താണ്? എന്നോടൊരാൾ ചോദിച്ചാൽ, നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആനന്ദകരമായ കാര്യം എന്തെന്ന് ചോദിച്ചാൽ, നിങ്ങളോടൊരാൾ അന്വേഷിച്ചാൽ, അല്ല ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് അന്വേഷിച്ചാൽ, എനിക്കും നിങ്ങൾക്കും ഒരുപക്ഷേ അനേകം വ്യത്യസ്തങ്ങളായ മറുപടികൾ ഉണ്ടാവാം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും ആനന്ദകരമായ ഒരു അനുഭവത്തെപ്പറ്റി പറഞ്ഞത് ഇങ്ങനെയാണ്: വജുഇലത് ഖുർറത്തു ഐനി ഫിസ്സലാ. എൻ്റെ ഏറ്റവും ആനന്ദകരമായ അനുഭവം, എൻ്റെ കണ്ണിന് ഏറ്റവും കൂടുതൽ കൗതുകം നൽകുന്ന, ഏറ്റവും ആകർഷകമായ എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം അത് അസ്സലാ, അള്ളാഹുവിൻ്റെ മുമ്പിലുള്ള നമസ്കാരത്തിന് വേണ്ടിയുള്ള, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഞാൻ നിർവഹിക്കുന്ന എൻ്റെ നമസ്കാരമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ പറഞ്ഞ ഒരു പ്രസ്താവന നിങ്ങളുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാകുമല്ലോ. യാ ബിലാൽ അഖ്മിസ് സ്വലാ അരിഹ്നാ ബിഹാ. ബിലാലെ, നമസ്കാരത്തിന് വേണ്ടിയുള്ള ഇഖാമത്ത് കൊടുക്കൂ, ആ നമസ്കാരവുമായി ഞങ്ങളൊന്ന് ആനന്ദിക്കട്ടെ. ഒരു സത്യവിശ്വാസിയുടെ ഹൃദയത്തിന് ഏറ്റവും കൂടുതൽ ആനന്ദം നൽകുന്ന ഒരു അനുഭവമായി, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം സമകാലീന സമൂഹത്തിൽ നമ്മുടെ ചെറുപ്പം മുതൽ മുതിർന്നവർ നമസ്കരിക്കുന്നത്, നമ്മുടെ സമപ്രായക്കാർ നമസ്കരിക്കുന്നത്, നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവർ നമസ്കരിക്കുന്നതൊക്കെ പലപ്പോഴായി നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ജീവിതത്തിലെ ഏറ്റവും ആനന്ദകരമായ അനുഭവമായി നമസ്കാരത്തെ അനുഭവിക്കുന്ന, അതിങ്ങനെ ഫീൽ ചെയ്യുന്ന ആളുകൾ
യഥാർത്ഥത്തിൽ ഇസ്ലാമിക സമൂഹത്തിൽ എത്രയുണ്ട് എന്ന് ചോദിച്ചാൽ അതിൻ്റെ മറുപടി വളരെ ദുഃഖകരമായിരിക്കും. നോക്കൂ, നിങ്ങൾ നമസ്കാരത്തിൽ എന്തൊക്കെയാണ് ചൊല്ലാനുള്ളത് എന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിലേക്ക് എന്താണ് കയറി വരിക? അല്ല, നിസ്കാരത്തിൽ എന്തൊക്കെ ചൊല്ലാനുള്ളത് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്തൊക്കെ പറയാ? എന്താ നിസ്കാരത്തിൽ എന്തൊക്കെ ചൊല്ലാനുള്ളത്? പെട്ടെന്ന് നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ വരും, ഫാത്തിഹ സൂറത്ത് ചൊല്ലണ്ടേ, ഖുർആനിലെ മറ്റു സൂറത്തുകൾ ചൊല്ലണ്ടേ, ദിക്റുകളും ദുആകളും ഒക്കെ അല്ലേ? ഇങ്ങനെയൊക്കെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കയറി വരാം. ഈ മഹാസമ്മേളനത്തിൻ്റെ ഈ കൊച്ചു സദസ്സിൽ ഇരുന്നു കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരൊറ്റ യാഥാർത്ഥ്യം, ഇന്ന് നിങ്ങളൊരു ധാരണ തിരുത്തണം. ഒരു ധാരണ തിരുത്തിക്കൊണ്ടായിരിക്കണം ഈ സദസ്സിൽ നിന്ന് നിങ്ങൾ പിരിഞ്ഞു പോകേണ്ടത്. അതെന്തറിയോ? നമസ്കാരത്തിൽ യഥാർത്ഥത്തിൽ ചൊല്ലാനുള്ള ഒന്നുമില്ല. നമസ്കാരത്തിൽ ചൊല്ലേണ്ടതായ ഒന്നുമില്ല. എന്നാ പിന്നെ ഫാത്തിഹ സൂറത്തോ? നമ്മളെ മനസ്സിലിങ്ങനെ വരും, എന്നാ പിന്നെ ഫാത്തിഹ സൂറത്തോ? നിങ്ങൾക്കറിയില്ലേ ഫാത്തിഹ, സൂറത്തുൽ ഫാത്തിഹ എന്താണെന്ന്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ 2 വട്ടം പഠിക്കണം, ഒന്നുകൂടി ഒന്ന് പഠിക്കണം. എന്താണ് സൂറത്തുൽ ഫാത്തിഹ എന്ന് നിങ്ങൾക്കറിയോ? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസുകളിൽ വന്നിട്ടുള്ള അത്ഭുതകരമായ ഒരു പ്രസ്താവനയുണ്ട്. ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന ഒരു സത്യവിശ്വാസിക്ക് മുമ്പിൽ തുറക്കപ്പെടുന്ന അത്ഭുതകരമായ ഒരു സന്ദർഭമാണ് ഒരു വിശ്വാസി നമസ്കാരത്തിൽ ഫാത്തിഹ നിർവഹിക്കുന്ന സമയം. അത് കേവലം ഒരു പാരായണമല്ല. ഖുദ്സിയായ ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്. ഖുദ്സിയ ഹദീസിന്റെ പ്രാധാന്യം നിങ്ങൾക്കറിയുമല്ലോ. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിന്റെ കൂടെയുള്ള സഹാബത്തിൽ ഒരുപാട് ആളുകൾ അവരെ നമസ്കാരത്തിൽ കരയിപ്പിച്ച സന്ദർഭങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സൂറത്തുൽ ഫാത്തിഹയുടെ സന്ദർഭമാണ്. ഖുദ്സിയായ ഹദീസിൽ വന്നിട്ടുള്ളത്, ഖസംതു സ്വലാത്ത ബൈനി വബൈന അബ്ദി നിസ്ഫൈൻ ഫനിസ്ഫുഹാ ലി വനിസ്ഫുഹാ ലിഅബ്ദി. സ്വലാത്തിനെ അത് 2 ഭാഗമായി ഞാനിതാ തിരിച്ചിരിക്കുന്നു. പകുതി എൻ്റെ അടിമ, പകുതി ഞാൻ. എന്നിട്ട് ഈ ഹദീസിനെ വ്യാഖ്യാനിച്ച മഹാപണ്ഡിതന്മാർ വിശദീകരിച്ചത് എന്താണെന്നറിയോ? വഖൗലുഹു ഫിൽ ഹദീസ് ഖസംതു സ്വലാത്ത, സ്വലാത്തിനെ ഞാൻ വിഭജിച്ചിരിക്കുന്നു, ഭാഗിച്ചിരിക്കുന്നു എന്ന പ്രസ്താവനയുടെ അർത്ഥം യാനി, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ ഫാത്തിഹ, നമസ്കാരത്തിലെ സൂറത്തുൽ ഫാത്തിഹയെ പറ്റിയാണ് ആ പറഞ്ഞത്. വസുമ്മിയത്ത് സ്വലാത്തൻ, സൂറത്തുൽ ഫാത്തിഹയുടെ പാരായണത്തെ പറ്റി സ്വലാത്ത് എന്ന് പറയപ്പെട്ടത് ലിഅന്ന സ്വലാ ലാ തസിഹു ഇല്ലാ ബിഹാ, ഒരാളുടെ നമസ്കാരം സൂറത്തുൽ ഫാത്തിഹ ഇല്ലെങ്കിൽ അത് സ്വീകാര്യമല്ല. അതുകൊണ്ട് നമസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് സൂറത്തുൽ ഫാത്തിഹ. അതുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹ എൻ്റെയും എൻ്റെ അബ്ദിൻ്റെയും അടിമയുടെയും ഇടയിൽ ഞാൻ ഭാഗിച്ചിരിക്കുന്നു എന്ന. എന്നിട്ട് ആ ഹദീസ് തുടരുകയാണ്, ഫൈദാ ഖാല അബ്ദി, എൻ്റെ അടിമ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ചൊല്ലിയാൽ എന്നല്ലേ നമ്മൾ സാധാരണ പറയാറുള്ളത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് എൻ്റെ അടിമ എന്നോട് പറഞ്ഞാൽ, ഫൈദാ ഖാല, എൻ്റെ അടിമ എന്നോട് പറഞ്ഞാൽ, ഖാല എന്നാണ് അവിടെ ഉപയോഗിച്ചത് ആ ഖുദ്സി ഹദീസിൽ. എൻ്റെ അടിമ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ, ഖുൽതു, എൻ്റെ അടിമക്ക് ഞാൻ മറുപടി കൊടുക്കും, ഹമിദനി അബ്ദി, എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു.
ഫൈദാ ഖാല അബ്ദി, എൻ്റെ അടിമ അർ-റഹ്മാനിർ റഹീം, പരമകാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും എന്ന അള്ളാഹിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിന്നിട്ട് അള്ളാഹിനോട് പറയാണ്. അള്ളാഹുവിൻ്റെ ആ ഹംദിനെ അള്ളാഹുവിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാം. അങ്ങനെ അവതരിപ്പിച്ച അള്ളാഹ് അതിന് മറുപടി തരികയാണ്. ഹംദനി അബ്ദി, ദാ എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. ഫൈദാ ഖാല അബ്ദി, എൻ്റെ അടിമ അർ-റഹ്മാനിർ റഹീം, പരമകാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹുവിനാകുന്നു സർവസ്തുതി. അൽഹംദു എന്നുള്ളതിൻ്റെ ബാക്കിയാണ്. എന്ന് പറഞ്ഞാൽ ഖുൽതു, ഞാൻ പറയും, അസ്ന അലയ്യ അബ്ദി, എൻ്റെ അടിമ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു. ഫൈദാ ഖാല അബ്ദി, എൻ്റെ അടിമ മാലികി യൗമിദ്ദീൻ, പ്രതിഫലം നൽകുന്ന നാളിൻ്റെ ഉടമസ്ഥനുമായ അള്ളാഹുവിനാവുന്നു സർവസ്തുതിയും. അൽഹംദുലില്ലാഹിന്റെ ബാക്കിയ എന്ന് പറഞ്ഞാൽ ഖുൽതു, ഞാൻ പറയും, മജ്ജദനി അബ്ദി, എൻ്റെ അടിമ എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. ഫൈദാ ഖാല അബ്ദി, എൻ്റെ അടിമ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, പടച്ചോനെ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. എല്ലാം അള്ളാഹുവിനോട് പ്രതിജ്ഞ നടത്തുക. അത് ചൊല്ലല്ല കേട്ടോ, അത് അള്ളാഹുവിനോട് ഇങ്ങനെ ഒരു പ്രതിജ്ഞ നടത്തുക. ആ പ്രതിജ്ഞ നടത്തുമ്പോൾ അള്ളാഹു അതിന് മറുപടി നൽകും. ഹാദാ ബൈനി വ ബൈന അബ്ദി വലി അബ്ദി മാ സഅൽ, ഇതെൻ്റെയും എൻ്റെ അടിമയുടെയും ഇടയിലുള്ള ഒരു കരാറാണ്. എൻ്റെ അടിമക്കവൻ ചോദിച്ചതുണ്ട്. എന്നിട്ട് അവസാനം സൂറത്തുൽ ഫാത്തിഹയുടെ അവസാനം ഒരു ദുആ ആണല്ലോ, അതുകൊണ്ടാണ് സൂറത്തു ദുആ എന്നതിന് ആ പേരുണ്ട്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, പടച്ചോനെ ഞങ്ങളെ നേർമാർഗത്തിൽ നയിക്കണം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ, നിന്റെ കോപത്തിനിടയായ ആളുകളിലോ കോപിക്കപ്പെട്ടവരുടെയോ അല്ലെങ്കിൽ കോപത്തിന് വിധേയമായവരുടെയോ അല്ലെങ്കിൽ പിഴച്ചുപോയവരുടെയോ മാർഗമല്ല എന്ന് അള്ളാഹുവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കാം. ആ സമയത്ത് അള്ളാഹുവിൻ്റെ മറുപടി ഹാദാ ലി അബ്ദി വലി അബ്ദി മാ സഅൽ, ഈ ചോദിച്ചത് എൻ്റെ അടിമക്കുണ്ട്, എൻ്റെ അടിമക്കവൻ ചോദിച്ചതുണ്ട്. സൂറത്തുൽ ഫാത്തിഹയിൽ എത്ര ആയത്തുകളാ? 7 ആയത്ത്. ഈ 7 ആയത്ത് കഴിയുമ്പോഴേക്ക് പ്രപഞ്ചത്തിൻ്റെ സർവശക്തനായ അള്ളാഹു അടിമയോട് 7 തവണ അബ്ദി, എൻ്റെ അടിമ, എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു, എൻ്റെ അടിമ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു. ഹമിദനി അബ്ദി, അസ്ന അലയ്യ അബ്ദി, മജ്ജദനി അബ്ദി. മാലിക് യൗമിദ്ദീൻ എന്ന് പറയുമ്പോൾ എൻ്റെ അടിമ എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുമ്പോൾ 2 തവണ. ഹാദാ ബൈന അബ്ദി, ഹാദാ ബൈന അബ്ദി ബൈനി വ ബൈന അബ്ദി വലി അബ്ദി മാ സഅൽ, ഇതെൻ്റെയും എൻ്റെ അടിമയുടെയും ഇടയിലുള്ളതാണ് 2 തവണ. അവസാനം ഹാദാ ലി അബ്ദി വലി അബ്ദി മാ സഅൽ, ഇതെൻ്റെ അടിമക്കുള്ളതാണ്, എൻ്റെ അടിമക്ക് അവൻ ചോദിച്ചതുണ്ട്. 7 തവണ അള്ളാഹുവിൻ്റെ മറുപടി ഒരു സത്യവിശ്വാസിക്ക് കിട്ടുന്ന, ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന അത്ഭുതകരമായ സന്ദർഭമാണ് സൂറത്തുൽ ഫാത്തിഹയുടെ സന്ദർഭം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ സത്യത്തിൽ നമസ്കാരത്തിൻ്റെ സന്ദർഭത്തിൽ സൂറത്തുൽ ഫാത്തിഹയിലെ ഓരോ ആയത്തുകളിങ്ങനെ നിർവഹിക്കുന്ന സമയത്ത് ഇതിന് പ്രപഞ്ചത്തിൻ്റെ സർവശക്തനായ റബ്ബിൻ്റെ മറുപടി കിട്ടുന്ന അത്ഭുതകരമായ സന്ദർഭമാണിത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് കൊതിച്ചുകൊണ്ട് ഓരോ ആയത്ത് കഴിയുമ്പോഴും അള്ളാഹുവിൻ്റെ ജവാബ് എനിക്കുമുണ്ടാവണേ എന്നാഗ്രഹിച്ചുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹ നമസ്കാരത്തിൽ നിർവഹിക്കുന്ന എത്ര പേർ നമ്മുടെ കൂട്ടത്തിലുണ്ട്? നമ്മൾ പലപ്പോഴും പരമ്പരാഗതമായി ഒരു ശീലമായി ഇതങ്ങനെ തുടർന്നു പോവാം. പെട്ടെന്ന് വേണമെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് സൂറത്തുൽ ഫാത്തിഹയൊക്കെ നമ്മൾ ഓതിയാണ് തീർക്കും. ഇങ്ങനെയാണ് പലപ്പോഴും ഇസ്ലാമിക സമൂഹത്തിൻ്റെ നമസ്കാരം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമസ്കാരത്തിലെ ഏറ്റവും അത്ഭുതകരമായ മറ്റൊരു സന്ദർഭമാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അള്ളാഹുവിന് ഒരടിമയിൽ നിന്ന് ഏറ്റവും ഇഷ്ടമുള്ളൊരു സന്ദർഭമാണ് സുജൂദ്. 2 സുജൂദുകൾക്കിടയിൽ നാം നിർവഹിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്. നോക്കൂ നിങ്ങൾ, 2 സുജൂദുകൾക്കിടയിൽ നമ്മൾ നിർവഹിക്കുന്നൊരു പ്രാർത്ഥന, റബ്ബി ഗുഫ്ർലി,
എൻ്റെ റബ്ബേ നീ എനിക്ക് പുറത്തു തരണേ. വർഹംനി, എന്നോട് കരുണ കാണിക്കണേ. വജ്ബുർനി, എൻ്റെ ന്യൂനതകൾ പരിഹരിച്ചു തരണേ, എൻ്റെ കുറ്റങ്ങളും കുറവുകളും പരിഹരിച്ചു തരണേ. ഇപ്പം ഈ പറഞ്ഞ മൂന്നെണ്ണം പടച്ചോനെ എനിക്ക് പൊറുക്കണം, എന്നോട് പൊറുക്കണം, എന്നോട് കരുണ കാണിക്കണം, എൻ്റെ ന്യൂനതകൾ, എൻ്റെ കുറവുകൾ, എൻ്റെ കുറ്റങ്ങളും കുറവുകളും പടച്ചോനെ നീ എനിക്ക് പരിഹരിച്ചു തരണം. ഇത് ചൊല്ലുന്ന സാധനമാണോ? ഇത് ചൊല്ലുന്ന സാധനമാണോ? ഇത് ചൊല്ലാനുള്ളതാണോ? ഇത് യഥാർത്ഥത്തിൽ ചൊല്ലാനുള്ളതല്ല, ഇത് ചോദിക്കാനുള്ളതാണ്. അള്ളാഹുവിനോട് ചോദിക്കാനുള്ളതാണ്. ചോദിക്കുന്നതും ചൊല്ലുന്നതും രണ്ടും രണ്ടാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമസ്കാരത്തിൽ ചൊല്ലാനുള്ളതായ ഒന്നുമില്ല. ഇത് അള്ളാഹിനോട് ചോദിക്കാണ്. അള്ളാഹുവേ എന്നോട് പൊറുക്കണേ, ഇത് ചൊല്ലല. അള്ളാഹുവേ നിന്റെ കാരുണ്യം എനിക്കുണ്ടാവണേ, ഇത് ചൊല്ലല. പടച്ചോനെ എൻ്റെ കുറ്റങ്ങളും കുറവുകളും നീ എനിക്ക് പരിഹരിച്ചു തരണേ, ഇത് ചൊല്ലല. റബ്ബിഗ്ഫിർലി വർഹംനി വജ്ബുർനി. അടുത്തത് വർഫഅനി, പടച്ചോനെ എന്നെ നീ ഉയർത്തണം, എന്നെ നാണം കെടുത്തരുത്, എന്നെ നീ തരം താഴ്ത്തരുത്, 4 ആളുകൾക്കിടയിൽ ഞാൻ അപമാനിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവരുത്. വർഫഅനി, ദുന്യാവിലും ആഖിറത്തിലും എന്നെ നീ ഉയർത്തണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇത് ചൊല്ലലാണോ? വർസുഖ്നി, പടച്ചോനെ എനിക്ക് നീ ഒരു ഉപജീവന മാർഗം കാണിച്ചു തരണം, എനിക്ക് നീ അന്നം നൽകണം, ആഹാരം നൽകണം. ഇത് ചൊല്ലലാണോ? ഇത് ആത്മാർത്ഥമായ ചോദിക്കലല്ലേ? വഹ്ദിനി, അള്ളാഹുവേ എൻ്റെ ജീവിതത്തിലെ എനിക്ക് ഏറ്റവും കൂടുതൽ ആശങ്കയുള്ളത് ഞാൻ സന്മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകുമോ എന്നതാണ്. അതുകൊണ്ട് എന്നെ വഹ്ദിനി, എന്നെ നീ നേർമാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തണേ, സന്മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തണേ. ഇത് ചൊല്ലലാണോ അതോ ചോദിക്കലാണോ? വആഫിനി, അവസാനം അള്ളാഹുവേ എൻ്റെ ശരീരത്തിനും എൻ്റെ മനസ്സിനും നീ എനിക്ക് സൗഖ്യം നൽകണേ. ഇത് ചൊല്ലലാണോ ചോദിക്കലാണോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമസ്കാരത്തിലെ ഒരു സന്ദർഭത്തിലും ഒരു അനക്കത്തിലും യഥാർത്ഥത്തിൽ ചൊല്ലിപ്പോകേണ്ടതായ ഒന്നുമില്ല. പ്രാർത്ഥനകൾ ചൊല്ലാനുള്ളതല്ല, അത് ചോദിക്കാനുള്ളതാണ്. ഗൗരവതരമായി നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടുന്നൊരു സംഗതിയാണത്. നമസ്കാരത്തിൻ്റെ അകക്കാമ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ നോക്കി, സുജൂദില് സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി. സുബ്ഹാനകല്ലാഹുമ്മ, അല്ലാഹുവേ നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. റബ്ബന, ഞങ്ങളുടെ റബ്ബായ അല്ലാഹുവേ, വബിഹംദിക, നിന്നെ ഞാൻ സ്തുതിക്കുകയും ചെയ്യുന്നു. അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണേ. ഇതാണല്ലോ, ഇത് ചൊല്ലല. സുബ്ഹാന റബ്ബിയൽ അഅ്ല, ഏറ്റവും ചെറിയൊരു ദിക്ർ റസൂലുള്ളാഹി പഠിപ്പിച്ചത്. അത്യുന്നതനായ എൻ്റെ റബ്ബിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു, എൻ്റെ റബ്ബ് പരിശുദ്ധനാണ്. ഇത് ചൊല്ലല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമസ്കാരത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും നാം ദിക്റുകളും ദുആകളും ഹൃദയം കൊണ്ട് നിർവഹിക്കേണ്ടതാണ്. അള്ളാഹുവിനെ പരിശുദ്ധിപ്പെടുത്തുക. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പുള്ളൊരു സെഷനിൽ നമസ്കാരത്തിൻ്റെ ലക്ഷ്യത്തെപ്പറ്റി വിശുദ്ധ ഖുർആനിൻ്റെ ഒരു പ്രസ്താവന നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അഖ്മിസ്സലാത്ത ലിദിക്രി. നിങ്ങൾ നിസ്കരിക്കേണ്ടത് എന്തിനാ നിസ്കരിക്കേണ്ടത്? എന്തിനാണ് പള്ളികൾ, എന്തിനാണ് നമസ്കരിക്കണമെന്ന് കൽപ്പിക്കപ്പെട്ടത്? ഒരു സത്യവിശ്വാസി സദാസമയത്തും അള്ളാഹുവിനെ പറ്റിയുള്ള ബോധം, അള്ളാഹുവിനെ പറ്റിയുള്ള ബോധം, ദിക്ർ, ശരിയായ ബോധമാണ്. അള്ളാഹുവിനെ പറ്റിയുള്ള ദിക്ർ, ആ ബോധം കൃത്യമായി നിലനിർത്താൻ വേണ്ടിയാണ് നമസ്കാരം. അതുകൊണ്ടാണ് സുജൂദിലും റുക്കൂഇലും ഇഅ്തിദാലിലും അത്തഹിയാത്തിലും ഖിയാമിലും എല്ലാം അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു, അള്ളാഹുവിനെ സ്തുതിക്കുന്നു, അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നു, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നു, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. ഇതാണ് നമസ്കാരത്തിൽ നിർവഹിക്കപ്പെടുന്നത്. അതാണ് യഥാർത്ഥത്തിൽ നിർവഹിക്കപ്പെടേണ്ടത്. അതിനു വേണ്ടിയാണ് നമസ്കാരം. ആ അർത്ഥത്തിൽ അങ്ങനെ ഇത് കേവലം ചൊല്ലിത്തീർക്കാനുള്ള കുറച്ച് ഒരു ചടങ്ങല്ലെന്ന, ചൊല്ലിത്തീർക്കുന്ന ചടങ്ങല്ല നമസ്കാരം എന്ന തിരിച്ചറിവ് യഥാർത്ഥത്തിൽ
നമ്മെ സംബന്ധിച്ചിടത്തോളം ഗൗരവതരമായി ആവശ്യമുള്ളൊരു സന്ദർഭമാണ്. നിങ്ങൾ നോക്കൂ, നമ്മൾ ഏത് സാഹചര്യത്തിൽ മരിച്ചാലും എങ്ങനെയൊക്കെ ആൾക്കാർ മരിക്കാറുള്ളത്? ചിലപ്പോൾ വീട്ടിൽ വെച്ചായിരിക്കും, ചിലപ്പോൾ ആശുപത്രിയിൽ വെച്ചായിരിക്കും, ചിലപ്പോൾ റോട്ടിൽ വെച്ചായിരിക്കും ആക്സിഡൻറ്റ്, ചിലപ്പോൾ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ നമ്മെ മർദ്ദിച്ച് കൊല്ലായിരിക്കും. എങ്ങനെ ആവട്ടെ, എങ്ങനെയാണ് മരണപ്പെടുന്നതെങ്കിലും ആ മരണപ്പെടുന്നതിന് മുമ്പ് ഒരു സത്യവിശ്വാസി മരിക്കുന്നതിന് മുമ്പ് അവനൊരു 2 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ടാവുമല്ലോ. സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് രാവിലെ ഒരു 10 മണിക്കാണ് മരിക്കണമെങ്കിൽ അവൻ അവസാനം 2 റക്അത്ത് സുബഹി നിസ്കരിച്ചിട്ടുണ്ടാവുമല്ലോ. ഉച്ചക്കൊരു 3 മണിക്കാണെങ്കിൽ ളുഹർ നിസ്കരിച്ചിട്ടുണ്ടാവുമല്ലോ. വൈകുന്നേരം ഒരു 6 മണിക്കാണെങ്കിൽ അതിനു മുമ്പ് അസർ നിസ്കരിച്ചിട്ടുണ്ടാവുമല്ലോ. നട്ടപ്പാതിരക്ക് രാത്രി 12 മണിക്കാണെങ്കിൽ അതിനു മുമ്പ് മഗ്രിബ് ഇശാ നിസ്കരിച്ചിട്ടുണ്ടാവുമല്ലോ. ആ അവസാനത്തെ നിസ്കാരത്തിൽ ഒരു സത്യവിശ്വാസി അവൻ്റെ ജീവിതത്തിലെ അവസാനത്തെ, ഈ ദുന്യാവിൽ നിന്ന് വിട പറഞ്ഞു പോകുന്നതിന് മുമ്പ് അവസാനത്തെ നമസ്കാരത്തിൽ, അതുകൊണ്ടാണ് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രത്യേക കാര്യം നിർദ്ദേശിച്ചു. നമസ്കാരത്തെ പറ്റി പറഞ്ഞപ്പോൾ ഒരു പ്രത്യേക കാര്യം റസൂലുള്ള സഹാബത്തിനെ, അല്ല നമ്മെ എല്ലാവരെയും, ഈ ലോകത്തെ മുസ്ലിങ്ങളെ റസൂലുള്ള ഉണർത്തിയിട്ടുണ്ട്. അതെന്തറിയോ? നിങ്ങൾ എങ്ങനെ നിസ്കരിക്കേണ്ടതെന്നറിയോ? റസൂലുള്ള പറയാ, സ്വല്ലി സ്വലാത്ത മുബദ്ദിഅ, സ്വല്ലി സ്വലാത്ത മുബദ്ദിഅ. ഈ ദുന്യാവിൽ നിന്ന് വിട പറഞ്ഞു പോകുന്നവൻ നമസ്കരിക്കും പോലെയാണ് സത്യത്തിൽ നിങ്ങൾ നിസ്കരിക്കേണ്ടത്. ദുന്യാവിൽ നിന്ന് വിട പറഞ്ഞു പോവുക, മരിച്ചു പോവുക. ആ മരിച്ചു പോകുന്നവൻ അവസാനമായിട്ട് നിസ്കരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും അവൻ്റെ ഹൃദയം അള്ളാഹുവിനോട്? ഈ ഹൃദയബോധ്യം, അള്ളാഹുവിനെ പറ്റിയുള്ള ഹൃദയബോധ്യം, അത് എല്ലാ നമസ്കാരങ്ങളിലും സത്യത്തിൽ ഉണ്ടാവണം. അങ്ങനെ ഏത് സാഹചര്യത്തിൽ നമ്മൾ മരിക്കേണ്ടി വന്നാലും ശരി, അള്ളാഹുവിനെ പറ്റി പരിപൂർണമായ ബോധ്യം കൃത്യമായി ഹൃദയത്തിൽ നിലനിർത്തിക്കൊണ്ട് സന്തോഷത്തോടുകൂടി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് മരിക്കാൻ ഭാഗ്യമുണ്ടാവണം. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. ദുന്യാവിലും ആഖിറത്തിലും ആരാ വിജയിക്കുക? അന്തിമമായ വിജയം ആർക്കാണ് ലഭിക്കുക? അത് സത്യവിശ്വാസികൾക്കാണ്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾക്ക് മാത്രമേ ആത്യന്തികമായ വിജയം ഉണ്ടാവുള്ളൂ. എന്താണ് അവരുടെ സ്വഭാവം? അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അതായത് തങ്ങളുടെ നമസ്കാരങ്ങളിൽ ഖുശൂ ഉള്ളവർ. ഖുശൂ എന്നതിന് നമ്മൾ ചെറുപ്പം മുതലേ മനസ്സിലാക്കിയ അർത്ഥം എന്താ? ഖുശൂ എന്നതിന് പലരോടും ചോദിച്ചാൽ മിക്ക ആളുകളും പറയാറുള്ളത് ഖുശൂവിൻ്റെ അർത്ഥം എന്താ? പലരും പറയാറുള്ളൊരർത്ഥം ഭക്തി, ഭയഭക്തി എന്നൊക്കെയാണ്. ചോദിക്കട്ടെ, ഈ ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ? ഭയഭക്തി എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും അതിൽ ഭയം എന്നുള്ളൊരു സംഗതി അതിലില്ല. എങ്ങനെയാണ് അവർ? പക്ഷെ വേറൊന്നുണ്ട്. ഖുശൂ എന്നതിന് കൃത്യമായ ഒരു മലയാളം ഇല്ലാത്തതുകൊണ്ട് ഒരു ഒപ്പിക്കൽ മലയാളം പറഞ്ഞു പോകുന്നു എന്നേ ഉള്ളൂ. സത്യത്തിൽ അറബിയിലെ ചില വാക്കുകൾക്ക് കൃത്യമായി അതിൻ്റെ ശരിയായ ആശയത്തെ ദ്യോതിപ്പിക്കുന്ന മലയാള പദങ്ങളില്ല. ഹംദ് ശരിയായ മലയാള പദമല്ല. അതുപോലെ തന്നെ ഖാശു എന്ന് പറഞ്ഞ ഖുശൂ ശരിയായ മലയാള പദം അതിന് ശരിക്കില്ല. ഒരു ആവറേജ് ഒപ്പിക്കാൻ പറ്റിയൊരു പ്രയോഗമാണ് ഭയഭക്തി എന്നൊക്കെ ഉള്ളത്. സത്യത്തിൽ അതിന് മുഫസ്സിറുകൾ കൊടുത്തൊരു മാനനുണ്ട്, ഒരർത്ഥമുണ്ട്. അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, തങ്ങളുടെ നമസ്കാരങ്ങളിൽ ഖുശൂ ഉള്ളവരായ സത്യവിശ്വാസികൾക്കാണ് ആത്യന്തികമായ ജീവിത വിജയം ഉണ്ടാകുന്നത്. എന്നിട്ട് ഖുശൂ എന്തറിയോ? അതിന് വിശദീകരിച്ചത് ഹളറത്തുൽ ഖൽബ്. ഹളറത്തുൽ ഖൽബ് നിങ്ങളിനി ഒരിക്കലും ജീവിതത്തിൽ മറക്കാതെ ഓർക്കേണ്ടുന്ന ഒരു പദമാണ്. ഖുശൂവിൻ്റെ അർത്ഥം എന്താ? ഹളറത്തുൽ ഖൽബ്, ഹൃദയ സാന്നിധ്യം. ഹൃദയ സാന്നിധ്യം. നാവുകൊണ്ട് എന്താണോ പറയുന്നത് അത് ഹൃദയത്തിൽ ശരിക്ക് ബോധ്യപ്പെട്ടുകൊണ്ട് പറയുക, അതാണ് ഖുശൂ. നമസ്കാരത്തിൽ ഒരു പദം, അറബി ഭാഷയിലാണല്ലോ ഇപ്പം നമ്മൾ നമസ്കാരത്തിലെ ദിക്റുകളും ദുആകളും നിർവഹിക്കാറുള്ളത്. ഒരു പദം നമ്മുടെ വായ കൊണ്ട് നമ്മൾ പറയുന്നുവെങ്കിൽ, നിർവഹിക്കുന്നുവെങ്കിൽ അതിൻ്റെ ശരിയായ ആശയം അത് ഹൃദയത്തിൽ കൃത്യമായി ബോധ്യമുണ്ടാവണം.
നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. ശരിക്ക് ഇസ്ലാമിക സമൂഹത്തിലെ ഒരു മഹാഭൂരിപക്ഷം ആളുകൾ നമസ്കരിക്കാൻ പഠിക്കാൻ തുടങ്ങേണ്ടതുണ്ട്. നമസ്കാരം ഒന്ന് പഠിക്കാൻ തുടങ്ങേണ്ടതുണ്ട്. ഇപ്പം നമ്മൾ കാലങ്ങളായി നമ്മൾ ചെയ്തു വന്നത് ഒരു ചടങ്ങാണ്. നാവുകൊണ്ട് ഇങ്ങനെ ചൊല്ലിത്തീർക്കുന്ന ഒരു ചടങ്ങാണ്. നാവുകൊണ്ട് എന്തു പറയുന്നുവോ അത് ഹൃദയത്തിൽ കൃത്യമായി ബോധ്യമുണ്ട്. ഹളറത്തുൽ ഖൽബ്, ഹൃദയ സാന്നിധ്യം. ആ ഹൃദയ സാന്നിധ്യത്തോടുകൂടി പറയുന്നുവെങ്കിൽ മാത്രമേ അത് ആത്യന്തികമായ വിജയം ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ സത്യത്തിൽ ഉൾപ്പെടുള്ളൂ. അല്ല, ഇതിങ്ങനെ പറഞ്ഞു പോവുകയാണ്, ചൊല്ലിത്തീർക്കുകയാണെങ്കിലോ അതിന് അള്ള കൂലിയായിരുന്നു ഖുർആനിലും ഹദീസിലും ഞാൻ കണ്ടിട്ടില്ല. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നൊരു പ്രസ്താവന ഉണ്ട്, റക്അത്തൈൻ. ചില ഹദീസിൽ റക്അത്താനി, റക്അത്തൈനി മിൻ വറഇൻ, റക്അത്തൈനി മിൻ വറഇൻ ഖൈറുൻ മിൻ അൽഫി റക്അ. ശരിയായ ഹൃദയബോധ്യത്തോടെ ഒരാൾ 2 റക്അത്ത് നമസ്കരിക്കുന്നതാണ് 1000 റക്അത്ത് ഹൃദയബോധ്യമില്ലാതെ പറഞ്ഞുപോയി ചൊല്ലിത്തീർത്ത് നമസ്കരിക്കുന്നതിനേക്കാൾ നല്ലത്. റക്അത്തൈനി മിൻ വറഇൻ, ഹൃദയബോധ്യത്തോടുകൂടി എന്താണോ ഈ നാവ് കൊണ്ട് പറയുന്നത് അത് ഹൃദയം തിരിച്ചറിഞ്ഞു. അങ്ങനെ ഒരു നമസ്കാരത്തെ പറ്റിയേ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളൂ. ഒരു സംശയം വേണ്ട. നമ്മൾ എന്ത് ശീലിച്ചോ എന്നതോ എന്താണോ തുടർന്ന് വന്നത് എന്നതോ യഥാർത്ഥത്തിൽ പ്രശ്നമല്ല. അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും വചനങ്ങളിലൂടെ, ഖുർആനിലൂടെയും ഹദീസിലൂടെയും നമുക്ക് ബോധ്യമാകുന്ന ഒരു സത്യമുണ്ട്. അത് തികഞ്ഞ ഹൃദയബോധ്യത്തോടെ നമസ്കരിക്കുന്ന ആളുകൾക്ക് മാത്രമേ അത് സ്വീകാര്യമാവുകയുള്ളൂ എന്നതാണ് ഖുർആനെന്നും ഹദീസെന്നും മനസ്സിലാവുന്നത്. ഈ ഖുശൂഇൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്താ അറിയാം? ഖുശൂഇൻ്റെ നേരെ ഓപ്പോസിറ്റ്, നേരെ വിപരീതം, അല്ലദീന ഫീ സ്വലാത്തിഹിം ഖാശിഊൻ എന്ന് പറഞ്ഞില്ലേ? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ ആത്യന്തികമായ വിജയം സത്യവിശ്വാസികൾക്ക് മാത്രം. അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, തങ്ങളുടെ നമസ്കാരങ്ങളിൽ ഹൃദയബോധ്യമുള്ളവരാണവർ, ഖുശൂഉള്ളവരാണവർ. ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്താ ഖുർആൻ പറയുന്നുണ്ട്? ഫവൈലുൽ ലിൽ മുസല്ലീൻ, ചില നമസ്കരിക്കുന്ന ആളുകൾക്ക് നാശമാണുള്ളത്. അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, തങ്ങളുടെ നമസ്കാരങ്ങളിൽ സാഹൂനായ ചിലർ. ഖാശിഊൻ എന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഒന്ന് ഹൃദയബോധ്യമാണ്, ഒന്ന് അലസതയാണ്, അശ്രദ്ധയാണ്. അശ്രദ്ധ എന്ന് പറഞ്ഞാൽ എന്താ? ശ്രദ്ധ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ശ്രദ്ധ എന്ന ആ അവസ്ഥ എന്താ ശരിക്ക്? ശ്രദ്ധ. എൻ്റെ മനസ്സെവിടെ എന്നൊക്കെ ചോദിക്കൂലേ നമ്മൾ? ഒരാളിങ്ങനെ ഇരിക്കുക, ഇങ്ങനെ അന്തം വെട്ടിക്കുക, ചിലപ്പോൾ നോക്കും എവിടെ ഉള്ളത് ഇപ്പോൾ ചോദിക്കൂലേ? എന്ന് വെച്ചാൽ ഇരിപ്പ് ഇവിടെയാണ്, പക്ഷെ ഇവിടെ അല്ല. അതാ ശ്രദ്ധ. ഇവിടെ സാഹു എന്ന് പറഞ്ഞത് അശ്രദ്ധയാണ്. ശ്രദ്ധയില്ല എന്ന് വെച്ചാൽ ഹൃദയ സാന്നിധ്യമല്ല, ഹൃദയം അവിടെ അല്ല, മനസ്സ് അവിടെ അല്ല എന്നർത്ഥം. അതുകൊണ്ട് വൈലുൻ എന്ന് വിശുദ്ധ ഖുർആൻ ഖണ്ഡിതമായി പ്രസ്താവിച്ചൊരു നമസ്കാരക്കാർ ലോകത്തുണ്ട്. ഫവൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കാരം കൊണ്ട് നാശത്തിന് ഹേതുവാകുന്ന ചില ആളുകൾ. അള്ള പറഞ്ഞാൽ പിന്നെ അതിൽ തെറ്റുണ്ടാവുമല്ലോ. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം സാഹൂൻ എന്ന ഗണത്തിൽപ്പെടാതെ ഹൃദയ സാന്നിധ്യമോ ബോധമോ ഇല്ലാതെ കേവലം നാവുകൊണ്ട് മാത്രം ചൊല്ലിത്തീർക്കുന്ന ഒരു ചടങ്ങായി മാത്രം നമസ്കാരത്തെ സമീപിക്കുന്ന ഈ പ്രവണത അടിസ്ഥാനപരമായി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് തിരുത്തപ്പെടേണ്ടതാണ്. അതുകൊണ്ട് എനിക്ക് വളരെ വിനീതമായി നമ്മളോട് അഭ്യർത്ഥിക്കാനുള്ളത്, ജീവിതത്തിൽ കുറച്ച് സമയം, ഒരല്പസമയം നിങ്ങൾ ഗൗരവപൂർവം നമസ്കാരത്തിലെ ദിക്റുകളും ദുആകളും ഒക്കെ
അത് ഹൃദയ സാന്നിധ്യത്തോടെ, ഹൃദയബോധ്യത്തോടെ നിർവഹിച്ച് പാകപ്പെടുന്നതിന് വേണ്ടി ഒരല്പസമയം എടുത്തുകൊണ്ട് നമസ്കാരം നമ്മളൊന്ന് പഠിക്കാൻ തുടങ്ങണം. ഈ സാമ്പ്രദായികമായ, ഈ ശീലിച്ചു പോന്ന, ഈ പരമ്പരാഗതമായി നമ്മൾ തുടർന്നു പോരുന്ന ഈ ചൊല്ലിപ്പറയൽ നമസ്കാരം, ഇത് അനിവാര്യമായും തിരുത്തപ്പെടേണ്ടതാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിൻ്റെ ഗൗരവം നിങ്ങൾ അതിൻ്റെ ആ അർത്ഥത്തിൽ നിങ്ങൾ പരിഗണിക്കുമെന്ന്, അല്ലെങ്കിൽ നമ്മൾ പരിഗണിക്കേണ്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമസ്കാരം അത് ആളുകളെ കാണിക്കാനുള്ളതല്ല, അതൊരു ചടങ്ങല്ല, അത് അവനവൻ്റെ ശാന്തി മാർഗമാണ്. ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ഹൃദയത്തിൻ്റെ ശാന്തി മാർഗമാണ് നമസ്കാരം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹുബൈബ് റളിയല്ലാഹു അൻഹു മരിക്കുന്നതിന് മുമ്പേ 2 റക്അത്താണ് നമസ്കരിച്ചു. പക്ഷേ ദീർഘിപ്പിക്കാൻ അദ്ദേഹം നിന്നില്ല. കാരണം ശത്രുക്കളത്തെ തെറ്റിദ്ധരിച്ചാലോ, മരണത്തെ പേടിച്ചിട്ടാണ് തെറ്റിദ്ധരിച്ചാലോ എന്നതുകൊണ്ട് അദ്ദേഹം ദീർഘിപ്പിച്ചില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിന് ശാന്തി ലഭ്യമാകുമാറ് 2 റക്അത്ത് നമസ്കരിച്ചു. എന്നിട്ട് മനോഹരമായി പാട്ടുപാടിക്കൊണ്ട് മരിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് തീർച്ചയായും റൂഹുസ്സലാ, നമസ്കാരത്തിൻ്റെ ആത്മാവ് എന്നത് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു ബൊമ്മ. അതിന് കുപ്പായിട്ട് കൊടുത്തു, അതിന് ട്രൗസർ ഇട്ട് കൊടുത്തു, അതിന് പാൻ്റ് ഇട്ട് കൊടുത്തു, അതിൻ്റെ മുടി ചെയ്യി കൊടുത്തു. പക്ഷേ ആ ബൊമ്മയ്ക്ക് ജീവനില്ലല്ലോ. അതുപോലെ നമസ്കാരത്തിൻ്റെ ബാഹ്യമായ നൃത്തമുണ്ട്, ഇരുത്തമുണ്ട്, കുമ്പിടലുണ്ട്, എല്ലാമുണ്ട്, നാവ് കൊണ്ടുള്ള ചൊല്ലലുണ്ട്. പക്ഷേ ഹൃദയ സാന്നിധ്യമോ ഹൃദയബോധ്യമോ ഇല്ലെങ്കിൽ ബൊമ്മക്ക് കുപ്പായമിടിച്ചതിന് സമാനമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് നാളെ പരലോകത്ത് സത്യവിശ്വാസിയുടെ കർമ്മങ്ങൾ ചോദിക്കപ്പെടുമ്പോൾ അതിലാദ്യമായി ചോദിക്കപ്പെടുന്ന നമസ്കാരം, അള്ളാഹുവിൻ്റെ റസൂലും സഹാബത്തും അതിനെ കൈകാര്യം ചെയ്ത, അതിനെ സമീപിച്ച രീതി എനിക്കറിയില്ല. സഹാബത്തിൻ്റെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു സഹാബി കണ്ണുനീർ താഴേക്ക് വീഴാതെ നമസ്കരിച്ച ഒരു അനുഭവം? സഹാബത്തിൻ്റെ നമസ്കാരത്തെ നിങ്ങളൊന്ന് ആഴത്തിൽ പഠിച്ചു നോക്കൂ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ താടിയിലൂടെ താഴേക്ക് പായിലേക്ക് നിശയുടെ നിശബ്ദതയിൽ ഇറ്റി വീഴുന്ന കണ്ണുനീർത്തുള്ളികളുടെ ആ നേരിയ ശബ്ദം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് കണ്ണുനീർ പൊഴിക്കാത്ത ഒരു നമസ്കാരം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും സഹാബത്തിൻ്റെയും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. നമ്മൾ ഈ സമകാലീന സമൂഹത്തിൽ കാലങ്ങളായി നമ്മൾ അതിനെ ഒരു ചടങ്ങും ഒരു സാമ്പ്രദായികമായ രൂപവുമായി കേവലം തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഈ തെറ്റിദ്ധാരണ തീർച്ചയായിട്ടും തിരുത്തപ്പെടേണ്ടതാണ്. ഈ സമ്മേളനത്തിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു മാനസികമായ ഒരു ശാന്തിമാർഗം, ഊർജം, അള്ളാഹുവിൻ്റെ മുമ്പിൽ നമസ്കരിക്കുന്ന നമസ്കാരം അത് തികഞ്ഞ ഹൃദയബോധ്യത്തോടെ, മനസാന്നിധ്യത്തോടെ അത് ചെയ്യണമെന്ന ഒരു അവബോധം ഉണ്ടായിത്തീർന്നെങ്കിൽ നാം അനുഗ്രഹീതരാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ പരലോകത്ത് കർമ്മങ്ങൾ സ്വീകരിക്കുന്നവരിൽ അള്ളാഹു നമ്മയും ഉൾപ്പെടുത്തുമാറാവട്ടെ. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.